നമസ്കാരം. അമേരിക്ക ഇന്ത്യക്കുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയപ്പോൾ തന്നെ റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് സമ്മാനിച്ചത്. അമേരിക്കയുടെ ഏത് നിലപാടിന്റെയും മുനയൊടിക്കാൻ പാകത്തിൽ എന്ത് സഹായവും ഇന്ത്യക്ക് നൽകാൻ പ്രതിജ്ഞാബദ്ധമായി തന്നെയാണ് പുടിൻ നിലയുറപ്പിച്ചത്. ഇന്ത്യക്ക് അമേരിക്ക 50% തീരുവ വർദ്ധിപ്പിച്ചെങ്കിൽ അതിനാനുപാതികമായി ക്രൂഡ് ഓയിൽ കൂടുതൽ വിലയിളവിൽ ഇന്ത്യക്ക് നൽകാനാണ് പുടിന്റെ പുതിയ ഉത്തരവ്. റഷ്യക്കെതിരായ യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങളും യുഎസിന്റെ തീരുവകളും റഷ്യൻ ക്രൂഡ് ഓയിലിന് ഡിമാൻഡ് കുറയ്ക്കുമെന്ന് കണ്ടാണ് റഷ്യ ഇന്ത്യക്ക് വില കുറച്ച് വിൽക്കാൻ സന്നദ്ധമാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് പുതിയ വാഗ്ദാനം പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അജിത് ഡോവൽ പുടിന് ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ റഷ്യൻ വാർത്താ ഏജൻസികൾ വരെ പുറത്തുവിട്ടു. ട്രംപ് അരയും കച്ചയും മുറുക്കി നിൽക്കുമ്പോഴും റഷ്യയുമായി എല്ലാ മേഖലകളിലും സഹകരണം തുടരാൻ ഇന്ത്യ സന്നദ്ധമാണെന്നാണ് ഡോവൽ പുടിനെ അറിയിച്ചത്. ഇന്ത്യൻ അംബാസഡർ വിനയ് കുമാറും അജിത് ഡോവലിനെ അനുഗമിച്ചു. റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സെർഗെയ് ഷോഗുവും ചർച്ചയിൽ പങ്കെടുത്തു. നേരത്തെ സെർഗെയ് ഷോഗുവുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയുമായി കൂടുതൽ മികച്ച സഹകരണം ഉറപ്പാക്കാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് സെർഗെയ് ഷോഗു കൂടിക്കാഴ്ചയ്ക്കു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ഊർജ പ്രതിരോധ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്കായി ബുധനാഴ്ചയാണ് അജിത് ഡോവൽ റഷ്യയിലെത്തിയത്. ക്രൂഡ് ഓയിൽ ഇനിയും വില കുറച്ച് ഇന്ത്യക്ക് നൽകുന്ന കാര്യത്തിൽ റാൽസിന്റെ വിലയേക്കാൾ റഷ്യയുടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $5 കുറവാണെന്നാണ് കെപ്ലർ മാധ്യമം പറയുന്നത്. അമേരിക്കയുമായുള്ള അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിന് പകരം മറ്റു മാർഗങ്ങൾ തേടുക എന്നത് ചെലവേറിയതാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ കമ്പനികൾ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം യുഎസിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നത് മറ്റൊരു കാര്യമാണ്. മെയ് മാസം മുതൽ പ്രതിദിനം 2,25,000 ബാരലായി ഉയർന്നതായാണ് കെപ്ലർ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. 2025 തുടക്കത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുക്രൈൻ അധിനിവേശനത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ യുഎസ് സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന തീയതിയുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായതായി റഷ്യയിൽ സന്ദർശനത്തിനെത്തിയ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അറിയിച്ചതിനു പിന്നാലെ തീയതി സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടില്ല എങ്കിലും ഓഗസ്റ്റ് മാസം അവസാനത്തോടെയാകും പുടിൻ ഇന്ത്യയിലെത്തുക എന്നാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ട്രംപിന്റെ കർണത്തേറ്റ വലിയ അടിയാകും പുടിന്റെ ഇന്ത്യ സന്ദർശനം. മാത്രമല്ല, ഇന്ത്യ സന്ദർശനത്തോടെ കൂടുതൽ വാണിജ്യ കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ട്രംപ് അത് മുൻകൂട്ടി കണ്ട് ഭയക്കുക കൂടി ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടിയാണ് തിരക്കിട്ട പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് വൈറ്റ് ഹൌസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. റഷ്യയുമായി ഇന്ത്യക്ക് ഉണ്ടാകുന്ന ബന്ധം കൂടുതൽ വേഗത്തിൽ സാമ്പത്തിക സൈനിക മുന്നേറ്റത്തിന് ഇന്ത്യക്ക് കരുത്ത് പകരുമെന്നറിഞ്ഞിട്ട് അതിന്റെ പാലം വലിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ട്രംപ് ഇന്ത്യക്കുമേൽ റഷ്യയെ ഒറ്റപ്പെടുത്താൻ കിട്ടിയ അവസരത്തിൽ കൂടുതൽ സമ്മർദ്ദപ്പെടുത്തിയത്. എന്നാൽ ട്രംപിന്റെ കോർട്ടിൽ നിന്ന് മോദി പന്ത് തട്ടിയെടുത്തു എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച